ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. എന്താണ് പൾസർ സുനിക്കൊക്കെ മോട്ടീവ് എന്തായിരുന്നു? അത് പറയട്ടെ കോടതി. പൾസർ സുനിയുടെ മോട്ടീവ് എന്താണ്? ഗാങ് റേപ്പ് മാത്രമല്ലേ ഉള്ളൂ, വേറെ മോട്ടീവ് ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ദൃശ്യം എടുത്തത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് കൊട്ടേഷൻ ആണെങ്കിൽ മാത്രമേ റേപ്പിന്റെ ദൃശ്യം എടുക്കാൻ പറ്റൂ. അതിനൊരു മോട്ടീവ് ഇന്നേ വരെ ഇന്ത്യയിൽ കൊട്ടേഷൻ റേപ്പ് നടന്നിട്ടില്ല. അതിനൊരു മോട്ടീവ്, ഇന്ത്യയിലെ ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ് ആണിതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. പക്ഷെ ഇതിനു മുമ്പ് എത്രയോ റേപ്പ് കേസുകളിൽ, എത്രയോ പീഡന കേസുകളിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എത്രയോ വ്യവഹാര നടപടികളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു മോട്ടീവ്? ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണോ അതല്ലേ ചെയ്തത്? അല്ലല്ലോ. അത് ശരിയാണല്ലേ? അല്ല, തെറ്റാണ്. പൾസർ സുനി ഇതിനു മുമ്പ് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതെല്ലാം ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ്. ഇത് കേസുണ്ടല്ലോ വേറെ. അല്ല, എനിക്ക് വീഡിയോ പകർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊട്ടേഷൻ ആണെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? അതിനകത്ത് ലോജിക്കുണ്ട്. അതിനകത്ത് ലോജിക്ക് നീ അറിഞ്ഞ ഞാൻ പെട്ടു. കാര്യങ്ങൾ നമുക്കിപ്പോ പറയാനൊക്കത്തില്ല, കോടതിയെ വിമർശിക്കുന്ന മനസ്സില്ലേ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. പറയാൻ ഒക്കില്ല. അത് ലോജിക്കുണ്ട്. അതാ ഞാൻ ചെവിക്കകത്ത് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ചെവി പറഞ്ഞുതരാന്ന് സമയത്ത് അത് ചർച്ചയിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചർച്ചയാണെന്നേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിയാണ്. അല്ലല്ല, ഇക്കാര്യത്തിൽ അങ്ങനെ ചർച്ച ഞാൻ തയ്യാറല്ല. കോടതി വിധി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും ഹാജരാക്കിയ നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. കണ്ടെത്തുകയായിരുന്നു. അതിൽ മോട്ടീവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.